അമേരിക്കൻ ഡോളർ, രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറ. ഇത് ഒരു രഹസ്യ സംഘടനയുടെ സിഗ്നേച്ചർ ആണെന്നാണ് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. ഈ നോട്ടിലെ ഓരോ ചിഹ്നത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രഹസ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ ഡോളറിനെ പറ്റിയുള്ള ചില വിചിത്രവും അതിശയിപ്പിക്കുന്നതുമായ കോൺസ്പിറസി തിയറീസ്. ഡോളറിന്റെ പിറകിൽ പിരമിഡിന്റെ താഴെ നോക്കിയാൽ 1776 എന്ന റോമൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ്. എന്നാൽ ഇവിടെയാണ് നിഗൂഢത തുടങ്ങുന്നത്. ഇതേ വർഷം മെയ് 1-ാം തീയതിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ രഹസ്യ സംഘമായ ഇല്ലുമിനാറ്റി ആദം വെയ്ഷാപ്റ്റ് എന്ന വ്യക്തി രൂപീകരിച്ചത്. അമേരിക്കൻ ഡോളറിലെ എല്ലാം കാണുന്ന കണ്ണ്, അതായത് ദ ഓൾ സീയിങ് ഐ. ഇതിനെ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന് വിളിക്കുന്നു. അമേരിക്കൻ സ്ഥാപക പിതാക്കന്മാർ രാജ്യം ദൈവത്തിന്റെ സംരക്ഷണയിലാണെന്ന് കാണിക്കാനാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ കോൺസ്പിറസി തിയറി പറയുന്നത് ഇത് ഇല്ലുമിനാറ്റിയുടെ ചിഹ്നമാണെന്നാണ്. ലോകത്തെ മുഴുവൻ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും അവർക്ക് സാധിക്കുമെന്ന് ഇത് കാണിക്കുന്നു. ഫ്രീമേസന്റെ ഉന്നതര് ഈ നോട്ട് രൂപകൽപ്പന ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്നുള്ളത് ഒരു രഹസ്യമല്ല. പിരമിഡിന് മുകളിലും താഴെയുമായി 2 ലാറ്റിൻ വാചകങ്ങളുണ്ട്. ഒന്ന് അന്നോയിഡ് കോപ്റ്റസ്. ഇതിന്റെ അർത്ഥം അവൻ നമ്മുടെ സംരംഭങ്ങളെ അംഗീകരിക്കുന്നു എന്നാണ്. ഇവിടെ അവൻ എന്നുദ്ദേശിക്കുന്നത് ആരെയാണ്? ദൈവത്തെയോ അതോ മറ്റാരെങ്കിലുമാണോ? രണ്ടാമത്തെ വാക്ക് നോവസ് ഓർഡോ സെക്ലോറം. ഇതിന്റെ അർത്ഥം ന്യൂ വേൾഡ് ഓർഡർ അഥവാ പുതിയ ലോകക്രമം എന്നാണ്. ലോകത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിയന്ത്രണം ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കോൺസ്പിറസി തിയറികൾ പറയുന്നു. എന്നാൽ അന്നോയിഡ് കോപ്റ്റസിന്റെ ശരിയായ മീനിങ് ദൈവം നമ്മുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചുവെന്നും നോവസ് ഓർഡോ സെക്ലോറത്തിന്റെ മീനിങ് ന്യൂ ഓർഡർ ഓഫ് ദ ഏജസ്, അതായത് രാജഭരണത്തിൽ നിന്ന് മാറി ഒരു ജനാധിപത്യ യുഗം പിറന്നു എന്നുമാണ്. ഡോളറിലെ മറ്റൊരു ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ് പണി തീരാത്ത പിരമിഡ്. ഡോളറിലെ പിരമിഡ് പൂർണ്ണമല്ല. അതിന് മുകൾ ഭാഗം വേറിട്ടാണ് നിൽക്കുന്നത്. ഇതിന് കൃത്യം 13 പടികളാണുള്ളത്. പിരമിഡിന്റെ ഈ അപൂർണത സൂചിപ്പിക്കുന്നത് അമേരിക്ക എന്ന രാജ്യം ഇനിയും വളരാനുണ്ട് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ 13 പടികൾ ഇല്ലുമിനാറ്റിയിലെ 13 രക്തബന്ധമുള്ള കുടുംബങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് നിഗൂഢ ശാസ്ത്ര വിദഗ്ധർ വാദിക്കും. നോട്ടിന്റെ വലതുവശത്ത് നോക്കിയാൽ അമേരിക്കൻ കഴുകനെ കാണാം, അതായത് ഗ്രേറ്റ് സീൽ. ഇവിടെ 13 എന്ന സംഖ്യ ഏകദേശം 4 തവണയോളം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ 13 എന്നത് അമേരിക്കയുടെ 13 കോളനികളെയാണ് ഔദ്യോഗികമായി റെപ്രസെന്റ് ചെയ്യുന്നത്. കഴുകന് മുകളിൽ 13 നക്ഷത്രങ്ങൾ, കഴുകന്റെ നെഞ്ചിലെ ഷീൽഡിൽ 13 വരകൾ, ഒരു കാലിൽ 13 അമ്പകൾ, മറുകാലിൽ ഒലിവുചില്ലയിൽ 13 ഇലകൾ. സാധാരണയായി 13 എന്നത് ഒരു അശുഭ സംഖ്യയായാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഒക്കളുടെ വിശ്വാസപ്രകാരം ഇതൊരു ശക്തിയേറിയ സംഖ്യയാണ്. ഇത്രയധികം തവണ ഈ സംഖ്യ ആവർത്തിക്കുന്നത് വെറും യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ചുരുക്കത്തിൽ ഈ ചിഹ്നങ്ങളൊക്കെ അമേരിക്കയുടെ ലക്ഷ്യവും ചരിത്രവും വ്യക്തമാക്കുന്നവയാണ്. നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്നവർ ഇതിലെ കോൺസ്പിറസി തിയറികൾ കണ്ടെത്തുന്നു. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും രഹസ്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിഷയവും. നിങ്ങൾ ഇതിലേതാണ് വിശ്വസിക്കുന്നത്?